ഇന്നലത്തെ എപ്പിസോഡിൽ അനീഷിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അനീഷിന് എന്തോ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ടെൻഷൻ്റെ കാരണം നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവില്ല. ഷാനവാസും അനീഷും തമ്മിൽ എന്തോ ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അനീഷിൻ്റെ ഒരു തെറ്റിദ്ധാരണ ആവാനാണ് ചാൻസ്. കാരണം അനീഷ് അത്രയും ട്രസ്റ്റ് ചെയ്ത ഒരാൾ, അനീഷ് ആ ഹൗസിൽ നല്ലോണം വിശ്വസിക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസാണ്. അപ്പോൾ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് സംഭവം പുള്ളിക്കാരന് തീരെ സഹിക്കാൻ പറ്റാതായിട്ടുണ്ട്. അതിൻ്റെ മേലെ ഉണ്ടായ ഒരു ആ ഒരു ഇതാണ് മുഖത്ത് കാണിക്കുന്നത്. നമുക്ക് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അത്രയും ദിവസം നല്ല പ്ലസൻ്റ് ആയിട്ട് ഇരുന്ന ആൾ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിലൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തോ പെടാത്തത് ഷാനവാസ് ചെയ്തത് അതാണ് സംഭവം. ആ ഒരു കോയിൻ്റെ തന്നെയാണ് ഞാൻ തോന്നുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറേ കണ്ടീഷൻസ് നമ്മൾ വെക്കരുത്. ഒരു നല്ല പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് അൺകണ്ടീഷണൽ ആയിരിക്കണം. അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളും പിന്നെ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഫുൾ ടൈം ഒരേ വൈബിലായിട്ട് നടക്കുമ്പോൾ അതിന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയൂലല്ലോ. അപ്പം ഇങ്ങനെ സംഭവിക്കാറുള്ളത് എല്ലാവരും പറയാം പ്രണയത്തിലാണ് അങ്ങനെ പക്ഷേ ത്തിൽ മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ്. നല്ല ഫ്രണ്ടിനെ കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. മാക്സിമം നമുക്ക് കുറേ ചിലപ്പോൾ നമ്മളെ സൈഡിൽ നല്ല ആത്മാർത്ഥമായിട്ടായിരിക്കും നമ്മൾ ആ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളെ നമ്മൾ കാണില്ലേ. പക്ഷേ ആ ഒരാൾക്ക് ചിലപ്പോൾ അത്ര തന്നെ അങ്ങോട്ട് ഇരിക്കണമെന്നില്ല. പക്ഷേ ഇവരെ ബോണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് തോന്നും. എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് അനീഷ് ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നത്. പിന്നെ അനീഷിന് ആ ഹൗസിൽ ഷാനവാസ് മാത്രമായിട്ടേ ഉള്ളൂ അത്രയും നല്ലൊരു ബോണ്ടിങ് ഉള്ളത്. അതേസമയം ഷാനവാസിന് അനീഷിനുമായിട്ടുണ്ട്, ആദില നൂറയുമായിട്ട് അതുമുണ്ട്. അപ്പം രണ്ട് സൈഡും ഷാനവാസിന് നോക്കണം. രണ്ടാളും എനിക്ക് തോന്നുന്നത് ഒരേ ഇമ്പോർട്ടൻസ് ആണ് രണ്ട് ടീമിനും ഷാനവാസ് കൊടുത്തിട്ടുള്ളത്. അനീഷിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഷാനവാസ് പിന്നെ തൻ്റെ മാത്രം ഫ്രണ്ടാണ്. അപ്പോൾ തന്നിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങണം അങ്ങനെയുള്ളവരെന്തോ ഇതായിരിക്കും. ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ 2 ദിവസം കൊണ്ടല്ല 50 ദിവസം കൊണ്ട് നല്ലൊരു ബോണ്ട് അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഷാനവാസിൻ്റെ അടുത്തുനിന്ന് വന്ന ഈ ഒരു ഇത് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതാണ് ആൾ ലൈവിലൊക്കെ പറയുന്നത്. പിന്നെ ഫ്രണ്ടിനെ നമ്മൾ വിശ്വസിച്ചെടുക്കണം. പിന്നെ ഒരു വാക്കും കൂടി പറയുന്നുണ്ട്, ഫ്രണ്ട് നമ്മളോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ നമുക്ക് ദേഷ്യം തോന്നണമെങ്കിൽ അല്പമെങ്കിലും വിശ്വാസം നമ്മളടുത്ത് ഉണ്ടാവണം എന്നുള്ളത് അതും ശരിയാണ്. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ തോന്നുന്നത്. കാരണം ഷാനവാസ് അങ്ങനെയുള്ള കളികളൊന്നും കളിച്ചിട്ടില്ല എന്നാണ് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ ഓവറായിട്ട് ഒരാളെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുമ്പം നമുക്ക് വരുന്ന പ്രശ്നങ്ങളാണിത്. നമുക്ക് പെട്ടെന്ന് തോന്നും നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഫ്രണ്ടായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അയാളെ ഭാഗത്തുനിന്ന് വരുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മളെ വിഷമിപ്പിക്കുന്നതായിരിക്കും.